എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. നല്ല ഹെൽത്തി അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് തയ്യാറാക്കാനും വളരെ ഈസിയാണ്. അതുപോലെ ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നും തന്നെയില്ല. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതൊന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. എങ്കിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇതുപോലെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം, ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതങ്ങ് കറുത്ത് പോകും. ഇനി ഇതുണ്ടല്ലോ നമുക്ക് നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് വെക്കാം. ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ചെറിയ റവ എടുക്കണം കേട്ടോ. റവ അളന്നെടുത്ത അതേ കപ്പിൽ 1 കപ്പ് തൈരാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് 1 കപ്പ് ചേർക്കുന്നത്. പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/2 കപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് 1/4 കപ്പ്, ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തക്കാളിക്ക് 1/4 കപ്പ്, 1/4 കപ്പ് ക്യാപ്സിക്കം, 1/4 കപ്പ് സവാള എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും എല്ലാം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കാം. 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചക്കറിയിലെ വെള്ളമൊക്കെ ഇതിലോട്ട് ഇറങ്ങും, അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിരും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കണം. അതിനുവേണ്ടി ഞാൻ ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ആ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒത്തിരി അങ്ങ് ലൂസായി പോരുത് കേട്ടോ. ഇതുപോലെ ഈ കൺസിസ്റ്റൻസിയിലുള്ളൊരു മാവ് വേണം തയ്യാറാക്കിയെടുക്കാൻ. ഇനി ലാസ്റ്റ് നമ്മൾ ഇതിലോട്ട് ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. 2 നുള്ള ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കും. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട മാവൊക്കെ റെഡിയാക്കി എടുത്തു. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ടുണ്ടല്ലോ കുറച്ച് കടുകും കുറച്ച് വെളുത്ത എള്ള പിന്നെ കുറച്ച് കറിവേപ്പില അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. ഇനി ഇതിലോട്ട് 2 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒത്തിരി അങ്ങ് കട്ടി കുറയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിക്കാണ് നമ്മളിത് തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തൊരു 3 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഒരു സൈഡ് നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് മറു സൈഡും കൂടെ നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറക്കാം. ഇപ്പോൾ ഇതിൻ്റെ മറു സൈഡ് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇതൊന്ന് നോക്കി, നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതിയേ. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. ഇതൊന്ന് നോക്കിയാൽ നമ്മളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വായി വെള്ളം ഊറും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ പലഹാരം എല്ലാവർക്കും ഇഷ്ടമാകും. അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.
വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.